അനുമോളെ ഇന്നലത്തെ എപ്പിസോഡിൽ ഗംഭീരമായിട്ട് വെളുപ്പിക്കുകയായിരുന്നു എന്നൊരു ചേട്ടൻ കാറിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടെ. സാധാരണ ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഇപ്പോൾ കുറേ ആയിട്ട് കാണാത്തതാണ്. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ജസ്റ്റ് എൻ്റെ ഫീഡിൽ ഇങ്ങനെ വന്നപ്പോൾ തുടക്കം മാത്രം ഒന്ന് കേട്ടപ്പോഴത്തേക്ക് തുടക്കത്തിൽ തന്നെ ഇതാ പറയുന്നത്, അനുമോളെ കുറെ പേര് വെളുപ്പിക്കാൻ ഇപ്പൊ പുറത്തിറങ്ങും, ഇപ്പൊ കുറെ പേര് കരയഞ്ഞോണ്ട് ഇറങ്ങും, അനുമോളെ അനുമോളെ എന്നും പറഞ്ഞ് പുറത്ത്. കൂടാതെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലും അനുമോളെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴേ ഞാൻ ആ വീഡിയോ നിർത്തി. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ഇതെന്ത് ഡയലോഗ്? കാരണം ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കേട്ടപ്പോൾ അനുമോളെ അങ്ങനെ വെളുപ്പിക്കുന്ന കണക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് നെവിനിട്ട് കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഒരുപാട് അങ്ങ് ലാലട്ടം വലിച്ചു കീറിയൊന്നുമില്ല, മാന്യമായിട്ട് പറഞ്ഞങ്ങ് നിർത്തി. ആര്യനെ ഒരു നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുത്തു. കാരണം നമ്മുടെ നെവിന്റെ കേസിൽ എന്താണ് ആര്യന് പറയാനുള്ളത് ചോദിച്ചപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്തിട്ട് ചെയ്തത് ശരിയായില്ല ലാലേട്ടാ, അത് ഞാൻ അവനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിച്ചു, എന്നിട്ട് ഞങ്ങളൊന്നുമല്ലല്ലോ കണ്ടത്, എഡിറ്റ് നിന്ന് കൈയടിക്കുന്നതാണല്ലോ ഞങ്ങൾ കണ്ടതെന്ന് ചോദിക്കുന്നു. അവിടെ തീർന്ന ആര്യൻ. അക്ബറിന് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അക്ബർ അത് നൈസായിട്ട് അങ്ങ് ഊരിപ്പോയി. അത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അനുമോളെ അങ്ങോട്ട് ഇന്നലെ ആരും ഫേവർ ചെയ്ത് അവിടെ നിർത്തി അനുമോളെ മറ്റേ പൂട്ട് പൂജിച്ചു എന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ പോയി കനത്ത മണ്ടത്തരം കാണിച്ച് ഇറങ്ങി വന്നവർക്ക് അങ്ങനെ പലതും തോന്നുമായിരിക്കും, എൻ്റെ കുറ്റമല്ല അത്. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡ് നമ്പർ 83 അതിനെപ്പറ്റി നമുക്ക് ഒന്ന് വിശദമായിട്ട് സംസാരിച്ചാലോ? കുറച്ചുണ്ട് പറയാനായിട്ട്. ലാലേട്ടൻ വരുന്നു, പഴയ ആ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത ഉടനെ നമ്മുടെ ലാലേട്ടൻ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനോടൊന്ന് പ്രേക്ഷകരോട് പറയുന്നു, ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ടല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ നമ്മളോട് കൂടെയാണ് പറയുന്നത്, നമുക്ക് വീട്ടിലേക്ക് പോവാം. നേരെ വീട്ടിലേക്ക് കാണിക്കുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് എല്ലാവരും പറയുന്നു, നമസ്കാരം ലാലേട്ട. ഉടനെ ലാലേട്ട ഇരിക്ക്. അടുത്ത ഡയലോഗ്, നെവിൻ എന്താണ് നെവിന്റെ പ്രശ്നം? വേറെ ഒന്നും ലാലേട്ടൻ തുടക്കത്തിലേ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, വേറെ ഒന്നുമില്ല ചോദിക്കാൻ. എന്താണ് മോനെ നിന്റെ പ്രശ്നം, പ്രോബ്ലം എന്താ നിന്റെ? ഉടനെ നെവിൻ, ഒന്നുമില്ല ലാലേട്ടാ, പഞ്ചപാവം കുണുവാവയാണ്, ഒന്നുമില്ല ലാലേട്ടാ. ഉടനെ ലാലേട്ടൻ, എന്താണ് നെവിന് മാത്രം ഇവിടെ പ്രത്യേകത? നെവിൻ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തത്? ഉടനെ നെവിൻ പറയുന്നു, അനുമോളുടെ പുറകെ നടന്ന് വെള്ളം കോരി ഒഴിച്ചു. ഉടനെ ലാലേട്ടൻ, എന്തിനെ? മിണ്ടാട്ടമില്ല, പാവത്തിന് മിണ്ടാട്ടമില്ല, ഒന്നും മിണ്ടുന്നില്ല. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവനെ അറിയാൻ പാടില്ല. ഉടനെ ലാലേട്ടൻ, ഇതുകൊണ്ട് നെവിൻ എന്തെങ്കിലും കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടും, അതായത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ നെവിൻ പറയുന്നു, ഇല്ല ലാലേട്ടാ എന്നവ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഇവര് ഭ്രാന്ത് വല്ലതും ആണോ? അല്ല, സാധാരണ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം വേണം. ഈ ഗെയിം കളിക്കുന്നതിനകത്ത് എന്തിനാണ് ഇത്ര വൈരാഗ്യം വെക്കുന്നത് ഇവൻ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് കാണിച്ചതൊക്കെ അങ്ങനെയൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോഴത്തേക്ക്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ലാലേട്ടാ എന്നങ്ങ് പറഞ്ഞാൽ തീർന്നില്ലേ? അല്ലാതെ ഒന്നുമില്ല, അതിനൊന്നും വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത്? വൈരാഗ്യത്തിന് വേണ്ടിയിട്ടോ? അല്ല, അതിന് മാത്രം ഈ അനുമോള് നെവിന്റെ പുറകെ വന്ന് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അങ്ങോട്ടാണ് പോകുന്നത്. ആ പോകുന്ന പരിപാടിയൊക്കെ നിർത്തിയാൽ തീർന്നില്ലേ? അപ്പൊ അവന് ശരിക്കുള്ള ദേഷ്യം വന്നിട്ടാണ് ഇത് ചെയ്തെങ്കിൽ അതിന്റെ ആവശ്യം അതില്ലാതാവുമല്ലോ. ഇങ്ങോട്ടായിട്ട് വരുന്നതും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെന്തുകൊണ്ടാ നെവിന്റെ പേര് നോമിനേഷനിൽ പറയുന്നുണ്ടോ? അല്ല, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, ഞാനതിപ്പോൾ പറയുന്നില്ല. ലാലേട്ടനും അത് ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ എന്നിട്ട് പറയുന്നുണ്ട്, കിച്ചണിൽ നടന്ന പ്രശ്നത്തിൽ ഷാനവാസിക്കയുടെ അടുത്ത് അഗ്രസീവായി. അതായത് നെവിൻ പറയുന്നത് ഈ ഒരു അനുമോളുടെ ഈ ഒരു കേസിൽ നെവിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പുള്ളിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല എന്ന് പുള്ളി പറയുന്നു. അവിടെ നിർത്തുന്നു. അതിനുശേഷം പിന്നെ നെവിൻ പറയുന്നത്, കിച്ചണിൽ നടന്ന പ്രശ്നത്തിൽ ഷാനവാസിക്കയുടെ അടുത്ത് ഞാൻ അഗ്രസീവായിട്ട് പെരുമാറി. അതായത് ആദ്യത്തെ പ്രശ്നം അനുമോളുടെ, രണ്ടാമത്തെ അഗ്രസീവായിട്ട് പെരുമാറി. ഇത് ഇത്രയും വലിയൊരു പ്രോബ്ലം ആകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ലാലേട്ട എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇത്രയും പ്രോബ്ലം ആകുമെന്ന് വിചാരിക്കാതെയാണോ ഇന്നലെ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു, എന്താണെങ്കിലും ലാലേട്ടൻ എന്നെ വന്ന് നാളെ കീറും, എന്നാൽ പിന്നെ കുറച്ചും കൂടെ കാണിച്ചിട്ട് അങ്ങ് കീറാം എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. നമ്മുടെ ലൈവില് അത് കാണിച്ചിട്ട് ഉണ്ടായിരുന്നു, നല്ല വൃത്തിക്ക് ഇവന്റെ വായിന്ന് വരുന്ന ഡയലോഗ് ആ എപ്പിസോഡിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയ്ക്കും വിലയുള്ളൂ ലാലേട്ടനും ബിഗ് ബോസിനും ഒക്കെ അവൻ കൊടുത്തിട്ടുള്ളൂ. പിടികിട്ടിയോ? എനിക്കതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവനറിയാം ഇത്ര ഉള്ളൂ എന്ന്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനുമോൾ എന്താണ് അനുമോൾ പ്രോബ്ലം, അനുമോളുടെ പ്രശ്നം എന്താണ്? അനുമോളോടും ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അനു പറയുന്നുണ്ട് വയ്യാതെ കിടക്കുമായിരുന്നു ലാലേട്ടാ ഞാനന്ന്. ഏത് ഇപ്പൊ മറ്റേ വെള്ളം ഒഴിച്ച കേസുണ്ടല്ലോ, അതെന്തായിരുന്നു സംഭവിച്ചത് അന്ന് അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വീഡിയോ ലാലേട്ടൻ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് സംഭവിച്ചതിന്റെ. ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, വിളിച്ചെണീപ്പിക്കാൻ, അതായത് ആരും ഇവിടെ വിളിച്ചെണീപ്പിക്കണമെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉറങ്ങുന്നവരെ വിളിച്ചെണീപ്പിക്കാൻ ബിഗ് ബോസിന് അറിയാം, ഇവിടെ പട്ടിയുണ്ട് കുരയ്ക്കും. പിന്നെ വെള്ളം ഒഴിക്കാൻ എന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം ചെന്നിട്ട് മറ്റേ വെള്ളം തളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഉടനെ അവിടെ ആരിനൊക്കെ എണീറ്റിട്ട് ലാലേട്ട ഇവിടെ വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട്, ലാലേട്ട ഇവിടെ വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. ആര് ചെയ്തിട്ടുണ്ട്? അതില ചെയ്തിട്ടുണ്ട്. ആകെ അതിലേ ചെയ്തിട്ടുള്ളൂ, ഇവിടെ വേറെ ആൾക്കാരും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വേറെ എല്ലാവരും ഒക്കെ വേറെ ആരെങ്കിലും ഒക്കെ 3-4 പേരും ഒക്കെ ചെയ്തിട്ടുണ്ട്, അതില മാത്രം കണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട് ചോദിക്കുമ്പോൾ അതില പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ എല്ലാവരുടെയും മോശം ചെയ്തിട്ടില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാൻ അങ്ങനെ ചെയ്ത വലിയ പ്രശ്നമില്ലാത്ത അനുമോളുടെ എടുക്കലും നൂറെ എടുക്കലും ഷാനവാസിക്ക് എടുക്കലൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ട് തളിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും ഇതുപോലെ വലിയ പ്രശ്നമായിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്. ഉടനെ അനു പറയുന്നുണ്ട്, ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ആരും ഇവിടെ റിയാക്ട് ചെയ്തില്ലല്ലേ, എന്നിട്ട് അനുമോളുടെ കേസിൽ ആരും റിയാക്ട് ചെയ്തില്ലല്ലേ, എന്താ അനുമോൾ ഇവിടെ ആരും റിയാക്ട് ചെയ്യാഞ്ഞത്? ഉടനെ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ ആരും റിയാക്ട് ചെയ്യില്ല ലാലേട്ട, നമുക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യില്ല. ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾ എടുത്തിരിപ്പുണ്ടല്ലോ. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കേസിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും, അല്ലാതെ ഇതിനകത്തൊന്നും അവരും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യനെ എണീപ്പിക്കുന്നുണ്ട്. ആര്യൻ കുറച്ചുകൂടെ ആര്യനെ എണീപ്പിക്കുന്നതിന് മുമ്പ് അനുമോളുടെ അടുക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുക്കലായിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. ആര്യൻ ഈ ഒരു പ്രശ്നം കുറച്ചും കൂടെ ഒരു കത്തിച്ചതുപോലെ മോക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, അതെ ലാലേട്ട അവനാണ് ചെന്ന് പറഞ്ഞത്, ഞാൻ ഉറങ്ങുമായിരുന്നു, അതിന് ശേഷമാണ് നെവിൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യനെ എണീപ്പിക്കുന്നുണ്ട്. ഉടനെ ആര്യൻ എണീറ്റ് വന്നിട്ട്, ലാലേട്ട വെള്ളം ഒഴിച്ച് എന്തായാലും ശരിയായില്ല, അത് വളരെ മോശമായി. ഉടനെ ലാലേട്ടൻ പറയുന്നു, എന്നിട്ട് എന്താ അത് കണ്ടിട്ടൊന്നും മിണ്ടാഞ്ഞ നീ അവിടെ നിന്ന് കൈകൊട്ടി ചിരിക്കുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ മിണ്ടാട്ടമില്ല, താഴത്തോട്ട് നോക്കി നിൽക്കുക, ഒരൊറ്റ നിപ്പാ താഴത്തേക്ക് നോക്കി കുറച്ചു നേരം. ഇതിനകത്ത് ഇത്രയും ഞാൻ പറഞ്ഞതിനകത്ത് അനുമോളെ എവിടെയെങ്കിലും വെളുപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ചേട്ടനൊക്കെ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഈ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എവിടെ വെളുപ്പിച്ചത് എനിക്കറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും അനുമോളെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അനുമോളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാവും വെള്ളം ഒഴിച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തു ലാലേട്ടൻ എന്ന് മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അനുമോള് പറയുന്നില്ല. ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ലാലേട്ടനും അവരാരും ഒന്നും ചോദിച്ചില്ലെങ്കിൽ ഓക്കെ, അത് വെളുപ്പീരാന്ന് നമുക്ക് പറയാം. ഇത് അനുമോള് പറയുന്നുണ്ട്, ഞാനും വെള്ളം ഒഴിച്ചു, എൻ്റെ ദേഹത്ത് ഒഴിച്ചു എന്ന്. എവിടെ വെളുപ്പീരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇതിനെ പറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നെവിനോട് പറയുന്നുണ്ട്, നെവിനെ പറ്റി ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്, ഇതൊരു ചെറിയ വിഷയമായിട്ടല്ല അവരെല്ലാവരും എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ നെവിനോട് ഇത് പറയുന്നത്. നെവിനെ പറ്റി ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്, ഏഷ്യാനെറ്റിന് വരുന്നുണ്ട്, പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്, ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും അവന് മനസ്സിലാവണം, എന്തങ്ങ് കാണിച്ചാലും ആൾക്കാർ കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നെവിന് മനസ്സിലാവണം. കാരണം നെവിൻ ആ ഒരു സാധനം ഉള്ളിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയോ ചില ആളുകൾ അതിനകത്ത് എന്നപ്പോഴത്തേക്ക് നെവിൻ മോനെ പറഞ്ഞങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തു, മോനെ നീ സൂപ്പറാട്ടാ, നീ ഹെവിയാട്ടാ, നീ എന്റർടൈനറാടാ പറഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കിന്റെ കിളി മൊത്തം പോയി. അതിന് ശേഷം പിന്നെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കുക, അതാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ ആ കണ്ടന്റ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നു. നെവിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന അനുമോളെയാണെന്ന്. ചെയ്തോട്ടെ, ഇതാണ് ഗെയിമാണല്ലോ ഇത്, അനുമോളെ ടാർഗറ്റ് ചെയ്യട്ടെ, ഗെയിം കളിക്കട്ടെ. അത് നടന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുക, അനുമോളുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ത്തുക, അതിനുള്ളൊരു ഒരു പക്വത പക്ഷേ നെവിന് വന്നിട്ടില്ല. നെവിൻ്റെ കയ്യിൽ നിന്ന് പോവുക ചില സമയത്ത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴാണ് അവൻ ആ ബെഡ് വെള്ളം കോരി ഒഴിച്ചതും ഷാനവാസിന്റെ ഇഷ്യൂ വന്നതും. അതിനെയൊക്കെ കുറച്ചുകൂടെ നീറ്റായിട്ട് അവൻ ഹാൻഡിൽ ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് അവന് നല്ല കയ്യടി കിട്ടിയതന്നെ. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്കതാ മനസ്സിലായത്. പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അക്ബർ വരുന്നുണ്ട്, അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, അനുമോളുടെ കേസിൽ ഞാൻ അന്നേ പറഞ്ഞ ലാലേട്ടാ, ഇതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങൾ നീ ഏറ്റു വാങ്ങിക്കണം എന്ന് ഞാൻ അന്നേ പറഞ്ഞതെന്ന് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട്. അനീഷ് വരുന്നുണ്ട്, നൂറ വരുന്നുണ്ട്. അനുമോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ ഇവൻ ഇങ്ങനെ അങ്ങോട്ട് ഈ കുന്തളിപ്പ് കാണിക്കാനുള്ള ഒരു സോക്കേട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, ലാലേട്ടാ പുറത്തുനിന്ന് കുറച്ച് പേരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിന് പുറത്ത് നല്ല ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി, പിന്നെ അവൻ ആരെയും പേടിയില്ല എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. ഉടനെ ലാലേട്ടൻ പറയുന്നു, നെവിൻ ആരാണ് പറഞ്ഞത് നെവിന് പുറത്ത് അല്ലെങ്കിൽ നല്ല പ്ലെയർ ആണ്, പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണെന്നൊക്കെ മോനോട് ആരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഇല്ല മോനെ എന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇനി അതിന്റെ പേരിൽ കിടന്ന് കുന്തളിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പണി പാളൂ എന്നാണ് ലാലേട്ടൻ അവിടെ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നോമിനേഷനിൽ അനുവിനോടാണ് ചോദിക്കുന്നത്, അതായത് നോമിനേഷനിൽ അനുമോള് പേര് പറഞ്ഞുകൊണ്ടാണോടാ നിനക്ക് ഇത്ര അങ്ങോട്ട്
അനുമോളോട് ചൊറിച്ചിലെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സാബുമാന്റെ കേസും എടുത്തിരുന്നുണ്ട്. സാബുമാൻ പറയൂ. സാബുമാനും ഇയാളുടെ പേര് നോമിനേഷനിൽ പറയാനല്ലേ, അതുകൊണ്ട് സാബുമാനോട് ഇയാൾക്ക് എന്തെങ്കിലും വൈരാഗ്യം അല്ലല്ല ലാലേട്ടാ, എനിക്കറിയത്തില്ല ഈ സാബു എന്തെങ്കിലും ആവട്ടെ. സാബു പറയുന്നത് അങ്ങനൊന്നും ഇല്ല ലാലേട്ട, അവൻ ഗെയിം കളിക്കുന്ന എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല അവന്റെ ഗെയിം കളി മാത്രമാണോ ഇതെല്ലാം എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് അവൻ അഗ്രസീവാണ്, അവന് ദേഷ്യം അകത്തുണ്ട്, പ്രത്യേകിച്ച് അനുമോളോട്. സാബുമാനോടും അതുണ്ട്. സാബുമാൻ എപ്പോഴൊക്കെ നോമിനേഷനിൽ പേര്, കഴിഞ്ഞ ആഴ്ചയൊക്കെ നോമിനേഷനിൽ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ അവന് പൊളിയുന്നുണ്ടായിരുന്നു, സാബുമാനെ ചൊറിയുന്നുണ്ടായിരുന്നു. സോ നെവിന്റെ പേരാരും നോമിനേഷനിൽ പറയരുത്. എനിക്ക് മനസ്സിലായ കാര്യം അതാ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് പൊളിയും, അതാണ് പ്രശ്നം. അപ്പൊ ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട് നെവിനോട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് അനുമോളുടെ കേസിൽ അങ്ങനൊന്നും അല്ല ലാലേട്ട, അവൾ എന്റെ പേര് വെറുതെ പറയുന്നത്, അവളുടെ വോട്ട് പാഴാക്കുന്ന വെറുതെ എന്റെ പേരിന്, അതൊക്കെ എന്തിനാ അവൻ നോക്കേണ്ട കാര്യം? അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. പക്ഷെ അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ മനസ്സിൽ അത് കിടപ്പുണ്ട്. അനുമോള് പേര് പറയുന്നതുകൊണ്ട് അനുമോളെ ചൊറിയുക, അതാണ് നെവിൻ സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം അനുമോളുടെ കേസാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ ഷാനവാസിക്കയുടെ കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസിന്റെ ഇഷ്യൂ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ വരെ ഷാനവാസിനെ ഞാൻ എന്തിനാ ഇക്കാന്ന് വിളിക്കുന്നത്, ഷാനവാസ് അങ്ങനെ മതി എന്നൊക്കെ നെവിൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്ന് വന്നിട്ട് ലാലേട്ട ഷാനവാസിക്ക, ലാലേട്ട ഷാനവാസിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഷാനവാസിക്ക ചേർക്കുന്ന കണ്ടു. പേടിച്ചു പോയല്ലേ നെവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. വലിയ എന്റർടൈനറാണ് ഞാൻ, പറഞ്ഞ നിലപാടിന്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് വിറച്ചിന്നലെ ഒന്ന് പേടിച്ചു. അപ്പൊ ഷാനവാസിന്റെ ഇഷ്യൂ അവിടെ സംസാരിക്കുന്നുണ്ട്, നെവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ കവർ അറിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴും മുഖത്ത് ആദ്യമേ പാലൊഴിച്ചത് അവനാന്ന് പറയുന്നില്ല. ഞാൻ കണ്ടത് വെച്ചിട്ട് പാലിങ്ങനെ കൊടഞ്ഞ് ഷാനവാസിന്റെ മുഖത്തോട്ട് ഒഴിക്കുന്നത് ഞാൻ കണ്ടതാണേ. നിങ്ങളാരെങ്കിലും വേറെയാണോ കണ്ടെങ്കിൽ ഒന്ന് താഴെ പറയുക. അപ്പം അനീഷിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ അനീഷ് പറയുന്നുണ്ട്, ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഷാനവാസിന്റെ കേസിൽ. ഫസ്റ്റ് അനീഷിനോടാണ് ചോദിക്കുന്നത്. അനീഷ് പറയുന്നുണ്ട് നെവിൻ പലതും കട്ടിലിന്റെ അവിടെ കൊണ്ടുവന്ന്, അന്നത്തെ കാര്യം ഓക്കെ അവൻ ചെയ്തത് തെമ്മാടിത്തരം. അത് കൂടാതെ നെവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അനീഷ് പറയുന്ന കാര്യമാണ്, നെവിൻ പലതും കട്ടിലിന്റെ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കാറുണ്ട് ലാലേട്ട. ഇപ്പൊ പലതും മാറ്റി വെക്കും, ഭക്ഷണം കറക്റ്റായിട്ട് ഇവിടെ ആർക്കും തരാറില്ല. ഈ ഒരു കേസ് അവിടെ ലാലേട്ടൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മിക്ക ദിവസവും പറയുന്ന കാര്യമായത്. ഇന്നലെ അല്ല മിനിഞ്ഞാന്നത്തെ ടാസ്ക്, നിങ്ങൾ ആ ടാസ്ക് നടക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? 3 or 4 തവണയാണ് ആ ടാസ്കിന്റെ ഇടയ്ക്ക് തന്നെ അവൻ ഫുഡ് അടിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ എന്തിനാ അവിടെ? ബാക്കി ആർക്കും ഭക്ഷണം കഴിക്കാതെ ഇവ മാത്രം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ എനർജി ആയിട്ട്, എന്നാൽ ടാസ്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. മിക്ക ടാസ്കിനകത്തൊന്നും, ആകെ ഒരു ടാസ്കും കണ്ടാണ് അവൻ ഫസ്റ്റ് വന്നത്. ബാക്കി മിക്ക അതിനകത്തൊന്നും അവന് പറ്റുന്നില്ല. പിടികിട്ടിയില്ലേ? ബാക്കി ആർക്കും നന്നായിട്ട് കളിക്കാനും പറ്റുന്നില്ല. ആ നൂറയൊക്കെ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതാണ് അവളെ ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ സത്യം പറഞ്ഞ ഒരു കയ്യടി അടിക്കണം, കൊടുത്തേ പറ്റുള്ളൂ കയ്യടി. അതൊക്കെ ഞാൻ ചെയ്യും. ഞാനിവിടെ ആരുടെയും PR ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ മാത്രം എടുത്ത് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അല്ല ഞാൻ ഇരിക്കുന്നത്. നല്ല ഗെയിംസ് കണ്ടു കഴിഞ്ഞാൽ ഗെയിംസ് ആണെന്ന് തന്നെ പറയും. അത് മനസ്സിലാവുന്ന ഒരുപാട് പ്രേക്ഷകർ എനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണെങ്കിലും അനീഷേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ഭക്ഷണം, ഈ ഒരു മുക്കൽ കേസ്, ഇതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, ഈ ബാക്കി ആർക്കും ഫുഡില്ലാത്ത സമയത്ത് ഇവന്മാർ മറ്റേ ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്ന ഒരു പരിപാടി, അവിടെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കും, ആ പരിപാടി, അതിനെപ്പറ്റി ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ട അത് ഇപ്പോഴൊന്നും അല്ല ലാലേട്ട, ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പാണെന്ന് ഇവൻ പറയുന്നത് കേട്ടു. ലാലേട്ടൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല. അതെന്താ ചോദിക്കാഞ്ഞ്? ഇവന്മാർ 3 പേരും ക്യാപ്റ്റന്മാരായി നിന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കേണ്ട സമയത്താണ് ഇവന്മാർ ഈ പരിപാടി, ഈ വൃത്തികേട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അക്ബർ ഈ കള്ളത്തരം പറഞ്ഞിട്ടും ലാലേട്ടൻ ചോദിച്ചില്ല. സത്യം പറഞ്ഞാൽ അക്ബറിനെയാണ് അവിടെ വൈറ്റ് വാഷ് ചെയ്തത് ഒരു നിമിഷം. അക്ബറിനോട് ചോദിക്കാറ്, ഞങ്ങൾ വീഡിയോ കാണിച്ചു തരട്ടെ, നീയൊക്കെ ക്യാപ്റ്റൻ ആയതിനു ശേഷമാണല്ലോ ചെയ്തതെന്ന് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ലാലേട്ടൻ മിണ്ടിയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ലാലേട്ടൻ മെയിനായിട്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് അവിടെ വീണ് കിടന്ന് ഏകദേശം 8-9 മിനിറ്റോളം അവിടെ നിലത്ത് കിടന്നു. ബിഗ് ബോസ് 4 തവണയോളം അനൗൺസ് ചെയ്തു. എന്നിട്ടും എന്താണ് ഷാനവാസിനെ മറ്റേ നമ്മുടെ കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ ലേറ്റ് ആയത്? ആ സമയത്ത് ഉമാര് കിടന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആകെ, ഞാനത് നേരത്തെ പറഞ്ഞ കാര്യമല്ല, ലാലേട്ടനും അത് പറയുന്നുണ്ട്, ആകെ അനീഷ് മാത്രമാണ് എനിക്ക് ഷാനവാസ് പ്ലീസ് ഷാനവാസിനെ കൊണ്ടുപോകാം എന്നവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആകെ അനീഷ് മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാനിത് 2-3 പ്രാവശ്യം പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോകളിൽ. ബാക്കി ആരും, എല്ലാവരും അവിടെ ഫൈറ്റിനുള്ള മൂഡിലായിരുന്നു. എല്ലാവരും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര്യം വന്ന് പിടിക്കാൻ നേരത്ത് അനുമോളെ തട്ടുന്നു, അനുമോളെ ഇടിക്കുന്നു, അനുമോളും തിരിച്ചവിടെ കൊട്ടു കൊടുക്കുന്നു. ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനോട് വയ്യാതെ കിടക്കുക. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്ക് അവർ കൊണ്ടുപോട്ടെ, ഈ ഡ്രാമ എന്ന് പറഞ്ഞ് നിന്നവന്മാർ മാറി നിൽക്കണം. അവർക്ക് പെട്ടെന്ന് അവർ പറയുന്നത്, ഞങ്ങൾ ആദ്യമേ ആര്യനൊക്കെ പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ആദ്യമേ വിചാരിച്ചത് പുള്ളി ഡ്രാമ കളിക്കുമെന്നാണ്, പിന്നെ മനസ്സിലായപ്പോൾ പിടിക്കാൻ ചെന്ന്. എന്തിനാ പിടിക്കാൻ ചെല്ലുന്നത്? അത്രയും പേര് വേറെ പിടിക്കാനുണ്ടല്ലോ. എത്ര 5 പേരോളം പിടിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ പോയി ചെന്ന് പിടിക്കേണ്ട കാര്യം എന്താ? 5 പേര് പിടിച്ചാൽ പൊങ്ങാനുള്ളതല്ലേ ഉള്ളൂ ഷാനവാസ്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ആര്യനെടുത്ത് തോളെ തട്ടിക്കയറ്റിയിടേണ്ട കാര്യം എന്തിന്? ഉടനെ അതല്ല ഡ്രാമ. എനിക്കതാ ഡ്രാമയായിട്ട് തോന്നിയത് അങ്ങനെയുള്ള കാണിയിലൊക്കെ.
നെവിൻ എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി, പക്ഷേ അതേ ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്ന, അതായത് ഷാനവാസിന്റെ കേസ് നടന്ന് ബിഗ് ബോസ് ഒക്കെ അത്രയും വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോകാൻ റെഡിയായി നിൽക്കുമായിരുന്നു ലാലേട്ട. പക്ഷേ ഇവിടെ ആദിലയും നൂറയും അനുമോളും ഒക്കെ ഇവിടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് വയ്യാതെ വന്നപ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കിയത്, എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ തുള്ളിച്ചാടി നടക്കുന്ന കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഉടനെ ആദില എണീറ്റ് പറയുന്നു, ലാലേട്ടാ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, കരഞ്ഞോണ്ടിരിക്കണം ഫുൾ ഡേ? ഞങ്ങൾ കരഞ്ഞോണ്ടിരിക്കണം, എന്തിനാ ഞങ്ങൾ ആക്ട് ചെയ്യുന്നത്? ഞങ്ങളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ ഏട്ടാ. ഞങ്ങൾ പുള്ളിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഞങ്ങൾ കരഞ്ഞോണ്ടിരിക്കണോ? ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ നെവിനോടാണ്, നിങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഡ്രാമയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അല്ല ലാലേട്ട, അത് വേണമെങ്കിൽ അങ്ങനെ പറയാൻ ലാലേട്ട, പക്ഷെ ഡ്രാമ അല്ലായിരുന്നു ലാലേട്ട. അപ്പൊ പിന്നെ ആദ്യം 100 കരഞ്ഞില്ല മറ്റേ അവന്മാര് അവര് ചിരിച്ചോണ്ട് കടന്നു, അതൊക്കെ പറയേണ്ട കാര്യം ഇവരെന്താ? അല്ല, എനിക്കത് മനസ്സിലായില്ല. അല്ല, അങ്ങനെ ഉച്ചയ്ക്കും രാവിലെ വൈകിട്ടും അടുത്ത ദിവസം 3-4 ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഡ്രാമ എന്ന് നമ്മളെല്ലാവരും പറയും, ഞാൻ പറയും. അതിൻ്റെ ആവശ്യം ഇല്ല. ചോദിക്കുന്നുണ്ട് അവർ മാന്യമായിട്ട്. ഇവൻ ഉടനെ മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ സെറ്റപ്പിൽ ഞാൻ പോവാ, എൻ്റെ ഇപ്പം പറഞ്ഞു വിട്ട് ഞാനങ്ങ് പോകും, എനിക്കൊരു കുഴപ്പമില്ല എന്നാൽ മാറി ഇരുന്നുകൊണ്ട് കരച്ചിലുണ്ട്, അത് വേറെ കാര്യം. ഈ പുറത്ത് കാണിക്കുന്നതേ ഉള്ളൂ എനിക്ക് കുഴപ്പമില്ല, നോമിനേഷനൊക്കെ വന്നാലും ഞാൻ ചീൽ, ആ ഒരു മൂഡ്. നല്ല പേടിയും ഭയം ഉണ്ട് അവന്, പിടികിട്ടിയില്ലേ? പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം നാണക്കേട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡ്രസ്സൊക്കെ പുതിയതിട്ടിട്ട് എന്നെ പറഞ്ഞു വിടുന്നൊന്നുമല്ല, ഞാൻ പോകുന്നതാ, ആ ഒരു മൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ല വേറൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഷാനവാസിന്റെ അനുമോൾ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഷാനവാസ് അനുമോൾ ഇഷ്യൂവിനെ പറ്റി ആയിരുന്നു ആ ഒരു ഇന്നലത്തെ എപ്പിസോഡിൽ കൂടുതലും ചർച്ച. അപ്പൊ എന്താണെങ്കിലും നെവിനൊരു പണിയുണ്ടെന്ന് ഉറപ്പാണ്. പിന്നെ ആരാണ് പോകുന്നത് നമ്മൾ ഇന്നാണ് അറിയാൻ പോകുന്നത്. ടാസ്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ. അപ്പം ഈ ആര്യന്റെ ടാസ്കിലെ കള്ളക്കളി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ആര്യൻ മറ്റേ സാബുമാനെ എണീപ്പിച്ച് നിർത്തിയിട്ട്. അപ്പൊ ലാലേട്ടൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും നൂറയാണ് തൊട്ടടുത്തിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ആര്യന്റെ അടുക്കെ. അപ്പൊ ഈ ആര്യന്റെ ഈ കള്ളക്കളിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞ കാര്യമില്ല എന്നുള്ളൊരു മൂഡില്ല. സത്യം പറഞ്ഞാൽ അവിടേക്ക് ഒരു വെളുപ്പിയിൽ ആര്യനിട്ടൊരു കൊട്ടു കൊടുക്കേണ്ടതാ അവന്റെ കള്ളക്കളി. മറ്റേ സാബുമാന്റെ കേസിൽ കൈ ആദ്യമേ അവൻ എടുത്തതേ. പക്ഷെ ലാലേട്ടൻ തന്നെ അത് ഈസി പീസി ആയിട്ട് വിട്ട് കളയുന്നുണ്ട്. അല്ല, അതൊക്കെ പോട്ടെ, കാരണം എന്തൊക്കെയാണെങ്കിലും അടുത്തിരിക്കുന്ന ആള് കൊണ്ടുപോയില്ലേ, ജയിച്ചില്ലേ എന്നും പറഞ്ഞ് ഒരു ഒരു കളിയാക്കലും ഉണ്ട് ആര്യന്. എന്നാൽ ആര്യന്റെ ആ ഒരു കേസ് ഒരുപാട് അങ്ങോട്ട് സംസാരിച്ചില്ല. ഇതൊക്കെയാണ് ചേട്ടാ വെളുപ്പീര്, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒന്ന് കാണണം. അതിന് ആ ടാസ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് കുത്തിയിരുന്ന് ലൈവ് കണ്ടാൽ മനസ്സിലാവും. പിടികിട്ടിയില്ലേ? അതിനകത്ത് ആര്യന്റെ തെമ്മാടിത്തരം നടത്തിയതും അതൊന്നും ഇവിടെ ആരും പറയത്തില്ല, പക്ഷെ നമ്മൾ പറയുവേ, അത് വേറെ കാര്യം. പിന്നെ പൊടിമഴ ടാസ്ക്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. മറ്റേ ബോൾ എറിയുന്ന അനുമോളെ തന്നെ ഇവൻ വലിച്ചെറിഞ്ഞോണ്ടിരുന്നില്ലേ നമ്മുടെ നെവിൻ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നെവിൻ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ അനുമോളെയാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, വാണിങ്ങയൊക്കെ കിട്ടിയില്ലേ? ഇതുകൊണ്ടാണ് നെവിൻ മനഃപൂർവ്വം അനുമോളെ ടാർഗറ്റ് ചെയ്ത് പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നത്. കാരണം നീ അനുമോളെ മാത്രം, അതും വാണിങ് കിട്ടി ബിഗ് ബോസിന്റെ 1-2 തവണ അവന് വാണിങ് കിട്ടി. അവന് ടാർഗറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പുറത്ത് നിന്ന് എവിടെ ആ മഞ്ഞ ലൈനിൽ നിന്ന് ബോൾ എറിയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതും കഴിഞ്ഞും ഫ്രണ്ടിൽ പോയി അനുമോളെ എറിയുന്നു. ലാലേട്ടൻ അതുകൊണ്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നീ ടാർഗറ്റ് ചെയ്ത് കളിക്കുക, നിന്റെ കാര്യം ഗോപി എന്നുള്ളൊരു മൂഡിൽ ലാലേട്ടൻ അവിടെ സംസാരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നോമിനേഷൻ നടന്നിട്ടില്ല, ഇന്നായിരിക്കും. അപ്പൊ നോമിനേഷന് നമ്മുടെ എവിക്ഷനിലേക്ക് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു, എല്ലാവരും എണീപ്പിച്ച് വെക്കുന്നു. ഓക്കെ, നമുക്ക് നാളെ കാണാമെന്നും പറഞ്ഞ് ലാലേട്ടൻ അങ്ങ് പോയി. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്നത്. എനിക്കങ്ങനെ ആരെയും പ്രത്യേകിച്ച്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നിയോ അനുമോളയോ ആദിലയോ നൂറയോ ഒക്കെ ഇന്നലെ വെളുപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയോ? എല്ലാവരും ഗെയിമേഴ്സാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോരായ്മകളുണ്ട്, അവരുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും, ആര്യനുണ്ട്, അക്ബറിനുണ്ട്, അനുമോൾക്കുണ്ട്, നൂറയ്ക്കുണ്ട്, നെവിനുണ്ട്, പോരായ്മകളും ഉണ്ട്, നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. അതിനെ നമ്മൾ അങ്ങനെ എടുത്ത് അങ്ങ് സംസാരിച്ചാൽ മതി. അല്ലാതെ പുറത്ത് ആരൊക്കെ വെളുപ്പിക്കാനിരിക്കുന്നു, അകത്ത് മറ്റേ ഗംഭീര ഗെയിമാണ് അക്ബറും അവരൊക്കെ കളിക്കുന്നത്, അനുമോളൊക്കെ എന്ത് ഗെയിമാണ് പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് എന്താണ് കാണിച്ചതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പം എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം എന്താണെങ്കിലും ഇന്നും ഇപ്പം ലൈവ് അപ്ഡേറ്റ് ഒന്നും ഇല്ല. എന്താണെങ്കിലും അടുത്ത എപ്പിസോഡ് ആരാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല. പ്രതീക്ഷയൊക്കെ ഉണ്ട്, 1-2 പേരുകൾ പോട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക, വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയ പ്രേക്ഷകരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.